ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്ന ഹിമാലയൻ ഭാഗമേത്? ഉത്തരം കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയമാണ് ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്ന ഹിമാലയൻ ഭാഗം. കിഴക്കൻ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം അസം ഹിമാലയം. അസം ഹിമാലയം എന്നാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ മറ്റൊരു പേര്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏത്? ഉത്തരം നംച പർവ. ഇതിൻ്റെ ഉയരം 7756 മീറ്ററാണ്. 7756 മീറ്റർ ഉയരമുള്ള നംച പർവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളേവ? ഉത്തരം ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളേവ? ഉത്തരം ബോംഡില, ദിഫു. ബോംഡില, ദിഫു എന്നിവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം ബോംഡില ചുരം. ബോംഡില ചുരമാണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം ദിഫു ചുരം. ദിഫു ചുരമാണ് അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഗംഗാ നദി. ഗംഗാ നദിയാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളേവ? ഉത്തരം യമുന, ഘാഘര, ഗണ്ഡക്, കോസി. യമുന, ഘാഘര, ഗണ്ഡക്, കോസി എന്നിവയാണ് ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? ഉത്തരം ലോക്തക്. ലോക്തക് തടാകമാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മണിപ്പൂർ. മണിപ്പൂരിലാണ് ലോക്തക് തടാകം. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമേത്? ഉത്തരം കെയ്ബുൾ ലംജാവോ. കെയ്ബുൾ ലംജാവോ ആണ് ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ ഏവ? ഉത്തരം കരേവാസ്. കരേവാസ് ആണ് കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ. കരേവാസ് എന്നത് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ്. ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. കരേവാസ് എന്നത് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ്. ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകൾ ഏതാണ്? ഉത്തരം ആൽപൈൻ പുൽമേടുകൾ. ആൽപൈൻ പുൽമേടുകളാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകൾ. പടിഞ്ഞാറൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ? ഉത്തരം ജമ്മു കാശ്മീരിലെ ഡച്ചിഗാം, ലഡാക്കിലെ ഹെമിസ്, ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി എന്നിവയാണ് പടിഞ്ഞാറൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ. പടിഞ്ഞാറൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ജമ്മു കാശ്മീരിലെ ഡച്ചിഗാം, ലഡാക്കിലെ ഹെമിസ്, ഉത്തരാഖണ്ഡിലെ പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി എന്നിവയാണ്. കിഴക്കൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ? ഉത്തരം സിക്കിമിലെ കാഞ്ചൻജംഗ, അസമിലെ ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ്, മണിപ്പൂരിലെ കെയ്ബുൾ ലംജാവോ എന്നിവയാണ്. കിഴക്കൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ സിക്കിമിലെ കാഞ്ചൻജംഗ, അസമിലെ ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ്, മണിപ്പൂരിലെ കെയ്ബുൾ ലംജാവോ എന്നിവയാണ്. മാനസ സരോവര തടാകത്തിനടുത്ത് ചമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയേത്? ഉത്തരം ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് മാനസ സരോവര തടാകത്തിനടുത്ത് ചമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ദിബാങ്, ലോഹിത്, മാനസ് എന്നിവയാണ്. ദിബാങ്, ലോഹിത്, മാനസ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ഹിമാലയൻ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഏവ? ഉത്തരം പൈൻ, ദേവദാരു. പൈൻ, ദേവദാരു എന്നിവയാണ് ഹിമാലയൻ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ആക്സിസ് ബാങ്കിൻ്റെ ആസ്ഥാനം ഏത്? ഉത്തരം മുംബൈ. മുംബൈയാണ് ആക്സിസ് ബാങ്കിൻ്റെ ആസ്ഥാനം. സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണ് മന്ത്രിസഭയുടെ പരമാവധി അംഗബലം?
ഉത്തരം 15. സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% മന്ത്രിസഭയുടെ പരമാവധി അംഗബലം. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി സുരക്ഷാ സംവിധാനം ആരംഭിച്ചതെന്ന്? ഉത്തരം 2008. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി സുരക്ഷാ സംവിധാനം ആരംഭിച്ചത് 2008. മന്ത് പരത്തുന്ന ജീവി ഏത്? ഉത്തരം ക്യൂലെക്സ് കൊതുക്. ക്യൂലെക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്. ഇൻഫൻറ്റൈൽ പരാലിസിസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഉത്തരം പോളിയോ. പോളിയോ ആണ് ഇൻഫൻറ്റൈൽ പരാലിസിസ് എന്നറിയപ്പെടുന്ന രോഗം. മനുഷ്യ ഹൃദയത്തിലെ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ളത്? ഉത്തരം ഇടത് വെൻട്രിക്കിൾ. മനുഷ്യ ഹൃദയത്തിലെ ഇടത് വെൻട്രിക്കിളിനാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ളത്. ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏത്? ഉത്തരം ഇലിയം. ഇലിയം ആണ് ചെറുകുടലിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ബലത്തിൻ്റെ അന്താരാഷ്ട്ര യൂണിറ്റ് ഏത്? ഉത്തരം ന്യൂട്ടൺ. ന്യൂട്ടനാണ് ബലത്തിൻ്റെ അന്താരാഷ്ട്ര യൂണിറ്റ്. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ഉത്തരം ദൂരം. പ്രകാശവർഷം ദൂരത്തിൻ്റെ ഏകകമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം താപനില. താപനില എന്നാൽ ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം ഏത്? ഉത്തരം വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ VDR. വോയേജ് ഡാറ്റ റെക്കോർഡർ അഥവാ VDR ആണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത്? ഉത്തരം ആറ്റം. ആറ്റമാണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത്? ഉത്തരം തന്മാത്ര. തന്മാത്രയാണ് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക. 4 കുഞ്ഞാലിമരയ്ക്കാർമാരിൽ സ്വാഭാവിക മരണം വരിച്ച ഏക വ്യക്തി ആര്? ഉത്തരം കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമനാണ് 4 കുഞ്ഞാലിമരയ്ക്കാർമാരിൽ സ്വാഭാവിക മരണം വരിച്ച ഏക വ്യക്തി. തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്നതെന്ന്? ഉത്തരം 1921. 1921 തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് 1876 രൂപീകരിച്ചതാര്? ഉത്തരം മഹേന്ദ്രലാൽ സർക്കാർ. മഹേന്ദ്രലാൽ സർക്കാരാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് 1876 രൂപീകരിച്ചത്. കോൺഗ്രസിൻ്റെയും ഖിലാഫത്തിൻ്റെയും നേതാക്കൾ നയിച്ച ഏക പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആര്? ഉത്തരം മദാരി പാസി. മദാരി പാസിയാണ് കോൺഗ്രസിൻ്റെയും ഖിലാഫത്തിൻ്റെയും നേതാക്കൾ നയിച്ച ഏക പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ്. ചൈനയിൽ തെയ്പിങ് കലാപം നടന്നതെപ്പോൾ? ഉത്തരം 1850 മുതൽ 1864 വരെ. 1850 മുതൽ 1864 വരെയുള്ള കാലഘട്ടത്തിലാണ് ചൈനയിൽ തെയ്പിങ് കലാപം നടന്നത്. ചൈനയിൽ ചുവപ്പ് സേന രൂപീകരിച്ചതാര്? ഉത്തരം മാവോ സേതുങ്. മാവോ സേതുങ് ആണ് ചൈനയിൽ ചുവപ്പ് സേന രൂപീകരിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം നോർവേയിലെ ട്രിഗ്വേലി. നോർവേയിലെ ട്രിഗ്വേലിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ. ഏറ്റവും തിരക്കേറിയ സമുദ്രമേത്? ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഏറ്റവും തിരക്കേറിയ സമുദ്രം. അന്താരാഷ്ട്ര അതിർത്തി ഇല്ലാത്ത എത്ര കരബദ്ധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്? ഉത്തരം 5. ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവയാണ് ഇവ. അന്താരാഷ്ട്ര അതിർത്തിയില്ലാത്ത 5 കരബദ്ധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവ ഛത്തീസ്ഗഡ്, ഹരിയാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവയാണ്. ധൻസിരി ഏതിൻ്റെ പോഷക നദിയാണ്? ഉത്തരം ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ധൻസിരി. ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ നദി ഏത്? ഉത്തരം സിന്ധു. സിന്ധുവാണ് ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ നദി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത്? ഉത്തരം അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. നിലമ്പൂർ തേക്കിൻകാട് ഏതു നദിയുടെ തീരത്താണ്? ഉത്തരം ചാലിയാർ. നിലമ്പൂർ തേക്കിൻകാട് ചാലിയാറിൻ്റെ തീരത്താണ്. മാടക്കൽ, വടക്കേക്കാട്, എടേലക്കാട് എന്നിവ ഏതു കായലിലെ തുരുത്തുകളാണ്? ഉത്തരം കവ്വായി. മാടക്കൽ, വടക്കേക്കാട്, എടേലക്കാട് എന്നിവ കവ്വായി കായലിലെ തുരുത്തുകളാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്ത്? ഉത്തരം നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി എന്നാണ് തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്.
ഏറ്റവും കുറവ് കാലം പദവി വഹിച്ചവർ. ഏറ്റവും കുറവ് കാലം രാഷ്ട്രപതി പദവി വഹിച്ച വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറവ് കാലം ഉപരാഷ്ട്രപതി പദവി വഹിച്ച വ്യക്തി വി ഗിരി. ഏറ്റവും കുറവ് കാലം പ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തി ചരൺ സിംഗ്. ഏറ്റവും കുറവ് കാലം ഉപപ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തി വൈബി ചവാൻ. ഏറ്റവും കുറവ് കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച വ്യക്തി KM സിംഗ്. ഏറ്റവും കുറവ് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി VS രമാദേവി. ഏറ്റവും കുറവ് കാലം റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ച വ്യക്തി അമിതാഭ് ഘോഷ്. ഏറ്റവും കുറവ് കാലം ക്യാബിനറ്റ് സെക്രട്ടറി പദവി വഹിച്ച വ്യക്തി BN ഝാ. ഏറ്റവും കുറവ് കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി ജഗദംബിക പാൽ. ഇവർ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ: 1. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. 2. പഞ്ചാബ് നാഷണൽ ബാങ്ക് അഥവാ PNB. 3. ബാങ്ക് ഓഫ് ബറോഡ അഥവാ BOB. 4. കാനറ ബാങ്ക്. 5. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 6. ബാങ്ക് ഓഫ് ഇന്ത്യ. 7. ഇന്ത്യൻ ബാങ്ക്. 8. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 9. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. 10. യൂക്കോ ബാങ്ക്. 11. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. 12. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇങ്ങനെ ആകെ 12 പൊതുമേഖലാ ബാങ്കുകളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നതെന്ന് ഉത്തരം 1930-ൽ. 1930-ലാണ് ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ഉത്തരം 1931 മാർച്ച് 5-ന്. 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്. 1924 രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏത്? ഉത്തരം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA ആണ് 1924 രൂപം കൊണ്ട വിപ്ലവ സംഘടന. കാക്കോരി ഏത് സംസ്ഥാനത്ത്? ഉത്തരം ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിലാണ് കാക്കോരി എന്ന സ്ഥലം. കാക്കോരി സംഭവം നടന്നതെന്ന് ഉത്തരം 1925 ഓഗസ്റ്റ് 9-ന്. 1925 ഓഗസ്റ്റ് 9-നാണ് കാക്കോരി സംഭവം നടന്നത്. കാക്കോരി കേസിൽ വധശിക്ഷ ലഭിച്ച വിപ്ലവകാരികൾ ആരെല്ലാം? ഉത്തരം രാംപ്രസാദ് ബിസ്മിൽ, അഷ്റഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. രാംപ്രസാദ് ബിസ്മിൽ, അഷ്റഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവരാണ് കാക്കോരി കേസിൽ വധശിക്ഷ ലഭിച്ച വിപ്ലവകാരികൾ. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഭഗത് സിംഗിൻ്റെ. ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞത്. 1928-ൽ ഭഗത് സിംഗും കൂട്ടരും രൂപീകരിച്ച വിപ്ലവ സംഘടന ഏത്? ഉത്തരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അഥവാ HSRA. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അഥവാ HSRA ആണ് 1928-ൽ ഭഗത് സിംഗും കൂട്ടരും രൂപീകരിച്ച വിപ്ലവ സംഘടന. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയതെന്ന് ഉത്തരം 1931 മാർച്ച് 23-ന്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം സൂര്യ സെൻ. വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിലാണ്. ഏത് ട്രെയിൻ തടഞ്ഞാണ് കാക്കോരിയിൽ വെച്ച് വിപ്ലവകാരികൾ റെയിൽവേയുടെ പണം അപഹരിച്ചത്? ഉത്തരം 8 ഡൗൺ ട്രെയിൻ. 8 ഡൗൺ ട്രെയിൻ തടഞ്ഞാണ് കാക്കോരിയിൽ വെച്ച് വിപ്ലവകാരികൾ റെയിൽവേയുടെ പണം അപഹരിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യം അറിയപ്പെട്ടതെങ്ങനെ? ഉത്തരം റോയൽ ഇന്ത്യൻ നേവി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യം റോയൽ ഇന്ത്യൻ നേവി എന്ന പേരിൽ അറിയപ്പെട്ടു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തിയത് എന്ന്? ഉത്തരം 1946 ഫെബ്രുവരിയിലാണ്. 1946 ഫെബ്രുവരിയിലാണ് റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തിയത്. നാവിക കലാപം തുടങ്ങിയത് എവിടെ? ഉത്തരം മുംബൈയിൽ. ഇത് തൽവാർ എന്ന കപ്പലിൽ വെച്ചാണ് തുടങ്ങിയത്. RIN കലാപം എന്നും ഇതറിയപ്പെട്ടു. നാവിക കലാപം തുടങ്ങിയത് മുംബൈയിലാണ്, തുടങ്ങിയത് തൽവാർ എന്ന കപ്പലിലാണ്. ഈ കലാപം RIN കലാപം എന്നും അറിയപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ കുർനൂൽ എന്ന സ്ഥലത്ത്.
ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത്. ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ 3-ന്. ഡിസംബർ 3-നാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ 1-ന്. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ആന്റണി അൽബനീസ്. ആന്റണി അൽബനീസാണ് ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി. 2025-ലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം ഡൽഹിയിലെ ഗാസിപൂർ. ഡൽഹിയിലെ ഗാസിപൂർ ആണ് 2025-ലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേരെന്ത്? ഉത്തരം സേവാതീർത്ത്. സേവാതീർത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേര്. എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് 2025 ഡിസംബർ 5-ന് ഡൽഹിയിൽ നടന്നത്? ഉത്തരം 23-ാമത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് 2025 ഡിസംബർ 5-ന് ഡൽഹിയിൽ നടന്നത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത്? ഉത്തരം സാഗർ ബന്ധു. സാഗർ ബന്ധു എന്നാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേരെന്ത്? ഉത്തരം ലോക് ഭവൻ. ലോക് ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേര്. 2025 നവംബർ 29-ന് അന്തരിച്ച കാനത്തിൽ ജമീല കേരള നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്? ഉത്തരം കൊയിലാണ്ടി മണ്ഡലം. 2025 നവംബർ 29-ന് അന്തരിച്ച കാനത്തിൽ ജമീല കേരള നിയമസഭയിൽ കൊയിലാണ്ടി മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. 2025-ലെ ഓക്സ്ഫോർഡ് വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം റേജ് ബെയ്റ്റ്. റേജ് ബെയ്റ്റ് ആണ് 2025-ലെ ഓക്സ്ഫോർഡ് വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 56-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ ഏത്? ഉത്തരം വിയറ്റ്നാമീസ് സിനിമയായ സ്കിൻ ഓഫ് യൂത്ത്. വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത് ആണ് 56-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഉത്തരം അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ ആര്? ഉത്തരം വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യൻ. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1498 മെയ് 20-ന്. 1498 മെയ് 20-നാണ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് കോഴിക്കോട്ടെ കാപ്പാടാണ്. കോഴിക്കോട്ടെ കാപ്പാടാണ് വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ഏത് വർഷം? ഉത്തരം 1510. 1510-ലാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ്? ഉത്തരം ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന്. ബിജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. കുളച്ചൽ യുദ്ധം നടന്നതെന്ന്? ഉത്തരം 1741 ഓഗസ്റ്റ് 10-ന്. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയതാര്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? ഉത്തരം 1924 മാർച്ച് 30. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്ന്? ഉത്തരം 1925 നവംബർ 23-ന്. 1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന്? ഉത്തരം 1829 ഡിസംബർ 4-ന്. 1829 ഡിസംബർ 4-നാണ് വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനമേത്? ഉത്തരം ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് അക്ബർ പണികഴിപ്പിച്ച പുതിയ തലസ്ഥാനം. അക്ബർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ഏത്? ഉത്തരം ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയാണ് അക്ബർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം. 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനം ഏത്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. ഇത് നടന്നത് 1945 ജൂൺ 26-ന്.
1945 ജൂൺ 26 നടന്ന സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലാണ് 50 രാജ്യങ്ങളിലെ പ്രതിനിധികൾ UN ചാർട്ടർ ഒപ്പുവെച്ചത്. 29ാമത് അംഗമായി ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചതെന്ന് ഉത്തരം 1945 ജൂൺ 26. 1945 ജൂൺ 26 29ാമത് അംഗമായി ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത്. 51ാം അംഗമായി UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യമേത്? ഉത്തരം പോളണ്ടാണ് 51ാം അംഗമായി UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന 7 അംഗങ്ങൾ. 1 BR അംബേദ്കർ, 2 KM മുൻഷി, 3 മുഹമ്മദ് സാദുള്ള, 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, 5 N ഗോപാലസ്വാമി അയ്യങ്കാർ, 6 DP ഖെയ്ത്താൻ. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം TT കൃഷ്ണമാചാരി അംഗമായി. 7 BN മിത്തർ. ഇദ്ദേഹത്തിൻ്റെ രാജിക്ക് ശേഷം N മാധവറാവു അംഗമായി. മൈസൂർ യുദ്ധങ്ങൾ. ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെ. ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1769 മദ്രാസ് സന്ധി. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1780 മുതൽ 1784 വരെ. ഈ യുദ്ധത്തിൽ ഹൈദരാലി മരണപ്പെട്ടു. പിന്നീട് ടിപ്പു സുൽത്താനാണ് യുദ്ധം നയിച്ചത്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1784 മംഗലാപുരം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1790 മുതൽ 1792 വരെ. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് മലബാർ വിട്ടുകൊടുത്തു. നാലാം മൈസൂർ യുദ്ധം നടന്നത് 1799. ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടു. ബ്രിട്ടീഷുകാർ മൈസൂർ പിടിച്ചെടുത്തു. കബനി അഥവാ കപില ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി അഥവാ കപില. കബനി നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തരം കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കബനി നദി ഒഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏത്? ഉത്തരം കബനിയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിൽ നീലഗിരി മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഭവാനി കേരളത്തിൽ നീലഗിരി മലനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. ഭവാനി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകി തമിഴ്നാട്ടിൽ പ്രവേശിച്ച് കാവേരി നദിയുമായി ചേരുന്നു. ഭവാനി നദി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകി തമിഴ്നാട്ടിൽ പ്രവേശിച്ച് കാവേരി നദിയുമായി ചേരുന്നു. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ പാമ്പാറിൻ്റെ ഉദ്ഭവം ഏത്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ബെന്മൂറാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ പാമ്പാറിൻ്റെ ഉദ്ഭവം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതേത്? ഉത്തരം പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത്. പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ്. പാമ്പാറും തേനാറും സംഗമിച്ചുണ്ടാകുന്ന നദി ഏത്? ഉത്തരം അമരാവതി എന്നത് പാമ്പാറും തേനാറും സംഗമിച്ചുണ്ടാകുന്ന നദിയാണ്. കപ്പിത്താന്മാരുടെ പേടിസ്വപ്നം എന്നറിയപ്പെടുന്ന സമുദ്രമേത്? ഉത്തരം അന്റാർട്ടിക് സമുദ്രമാണ് കപ്പിത്താന്മാരുടെ പേടിസ്വപ്നം എന്നറിയപ്പെടുന്ന സമുദ്രം. ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രം അന്റാർട്ടിക് സമുദ്രമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു. ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സമുദ്രം അന്റാർട്ടിക് സമുദ്രം ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ശക്തമായ കാറ്റ് വീശുന്നതിനാലാണ് അന്റാർട്ടിക് സമുദ്രം കപ്പിത്താന്മാരുടെ പേടിസ്വപ്നം എന്നറിയപ്പെടുന്നത്. അന്റാർട്ടിക് സമുദ്രം കപ്പിത്താന്മാരുടെ പേടിസ്വപ്നം എന്നറിയപ്പെടാൻ കാരണം ഇതിൽ ശക്തമായ കാറ്റ് വീശുന്നതിനാലാണ്.
കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം ഭാരതപ്പുഴയിൽ. ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഉരുക്കു തടയണ പാലക്കാട് ജില്ലയിലെ മാന്നനൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും ബന്ധിപ്പിക്കുന്നു. മാന്നനൂരിലെ ഭാരതപ്പുഴയിലുള്ള ഉരുക്കു തടയണ പാലക്കാട് ജില്ലയിലെ മാന്നനൂരിനെയും തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും ബന്ധിപ്പിക്കുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ഉത്തരം ലൂ. ലൂ എന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ ചരിവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റേത്? ഉത്തരം ചിനൂക്ക്. ചിനൂക്ക് എന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ ചരിവിലൂടെ വീശുന്ന ശൈത്യക്കാറ്റാണ്. ചിനൂക്ക് മഞ്ഞു തിന്നുന്നവൻ എന്നും അറിയപ്പെടുന്നു. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റേത്? ഉത്തരം ഹർമാറ്റൻ. ഹർമാറ്റൻ എന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാറ്റൻ ആണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റേത്? ഉത്തരം ഫൊൻ. ഫൊൻ എന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റേത്? ഉത്തരം മിസ്ട്രൽ. മിസ്ട്രൽ എന്നത് ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ്. സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഉത്തരം ലെവൻഡർ. ലെവൻഡർ എന്നത് സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമേത്? ഉത്തരം മാംഗോ ഷവേഴ്സ്. മാംഗോ ഷവേഴ്സ് എന്നത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ്. മാംഗോ ഷവേഴ്സ് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ മഴ പെയ്യിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നും അറിയപ്പെടുന്നു. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളിൽ മഴ പെയ്യിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നത് മാംഗോ ഷവേഴ്സ് ആണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ. സ്വർണ്ണ മെഡലുകൾ 1928 ആംസ്റ്റർഡാം, അന്ന് ക്യാപ്റ്റൻ ജയ്പാൽ സിംഗ്. 1932 ലോസ് ഏഞ്ചൽസ്. 1936 ബെർലിൻ. 1948 ലണ്ടൻ. 1952 ഹെൽസിങ്കി. 1956 മെൽബൺ. 1964 ടോക്കിയോ. 1980 മോസ്കോ. ഇങ്ങനെ 8 ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ 8 തവണയാണ് ഇന്ത്യ സ്വർണ്ണ മെഡലുകൾ നേടിയത്. അവസാനമായി 1980 മോസ്കോയിലാണ് സ്വർണം നേടിയത്. ആദ്യം 1928 ആംസ്റ്റർഡാമിലും. വെള്ളി മെഡൽ. ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ വെള്ളി മെഡൽ ലഭിച്ചത്. അത് 1960 റോം ഒളിമ്പിക്സിലായിരുന്നു. വെങ്കല മെഡലുകൾ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് 3 തവണ വെങ്കല മെഡലുകൾ ലഭിക്കുകയുണ്ടായി. 1968 മെക്സിക്കോ, 1972 മ്യൂണിച്ച്, 2020 ടോക്കിയോ.